പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 13-23 തിരുവചന ഭാഗങ്ങൾ. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി, ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ച് പാടുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഈശോയ്ക്കിഷ്ടം മാറ്റി നിർത്തപ്പെടുന്നവരുടെ പക്ഷം ചേരുവാനാണ്. ഏതൊരു ക്ലാസ് മുറിയിലും കളിക്കളത്തിലും പൊതുവേദിയിലും ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത, എല്ലാവരും കളിയാക്കി മാറ്റി നിർത്തുന്ന ചിലരുണ്ട്. പലരും മുൻപന്തിയിലെത്തുവാൻ പരസ്പരം മത്സരിക്കുമ്പോഴും ചിലർ അപ്പോഴും ഒന്നും മിണ്ടാതെ പിറകിലേക്ക് മാറി നിൽക്കും. എന്നാൽ ഇങ്ങനെ പിറകിലേക്ക് വലിഞ്ഞവരെയെല്ലാം പിൽക്കാലത്ത് കർത്താവ് ജീവിതത്തിൽ മുൻപന്തിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതായും നമ്മളിൽ പലരും കണ്ടിട്ടില്ലേ? ഈശോയ്ക്കിഷ്ടം ഇങ്ങനെ പിറകിലേക്ക് മാറി നിൽക്കുന്നവരുടെ, ആർക്കും വേണ്ടാത്തവരുടെ പക്ഷം ചേർന്ന് നിൽക്കുവാനാണ്. എറിയുവാൻ ഓങ്ങിയിരുന്നവരുടെ കല്ലിന് പാപിനിയായ സ്ത്രീയെ വിട്ടുകൊടുക്കാത്ത ഈശോ, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയെ സ്പർശിച്ച് വീണ്ടെടുത്ത ഈശോ, മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെ ഇപ്പോഴുമുണ്ട് എന്നോർക്കുക. നമ്മളെയും പലരും മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അപ്പോഴെല്ലാം ഇന്ന് കേട്ട തിരുവചനം നമുക്ക് പ്രത്യാശ തരുന്നുണ്ട്. ആരെല്ലാം തഴഞ്ഞാലും കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിന് ഒരസ്തമയവും ഇല്ല. നിന്നോടുള്ള കർത്താവിൻ്റെ കാരുണ്യത്തിന് അവസാനവുമില്ല. ആ ദൈവസ്നേഹം പുതുമയുള്ളതാണെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഒരു വ്യക്തിക്ക് പുതുമ നൽകുന്നത് വളർച്ചയാണ്. നമ്മുടെയും ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില പഴയ സന്തോഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശോയുടെ പുതിയ സ്നേഹം അനുദിനം അനുഭവിക്കുവാൻ ദിവികാരുണ്യനാഥൻ നമ്മളെ ഇന്ന് വിളിക്കുകയാണ്. ഈ തിരുവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം പുതുമ നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.